ഇതാണ് യലവഞ്ചേരി ഭാഗത്തുള്ള പച്ചക്കറി കൃഷിയിലുള്ള അവരുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മളുടെ പന്തൽ മുന്നേ ഇട്ട് വെക്കും. പന്തലിടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതേപോലെ ടൈറ്റായിട്ടുള്ള പന്തൽ ആയിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ഏകദേശം ഒരു പന്തൽ എന്ന് പറയുന്നത് ഇവർ 3 കൊല്ലം വരെയൊക്കെ യൂസ് ചെയ്യും. 2 മുതൽ 3 കൊല്ലം വരെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇതേപോലെ ബെഡ് എടുക്കും. റൈസ്ഡ് ബെഡാണ് എടുക്കുന്നത്. ഏകദേശം 2 അടി ഹൈറ്റിൻ്റെ അകത്ത് 2.5 അടി ഹൈറ്റിൻ്റെ അകത്ത് ഇവർ ബെഡ് എടുക്കും. ബെഡ് എടുത്തിട്ട് നടുവിലത്തെ ഭാഗം അവർ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് കോഴിക്കാട്ടം, അതേപോലെ തന്നെ നമ്മളുടെ ചാണകം, ആട്ടുംകാട്ടം എന്നിവയൊക്കെ നിറയ്ക്കും. അപ്പോൾ നിറച്ചതിന് ശേഷം അതെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രീമിയം ഡീകമ്പോസർ ഉപയോഗിച്ചിട്ട് എന്ത് ചോദിച്ചാൽ നല്ലതായിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചെയ്യുക ഇതിൻ്റെ അകത്തുള്ള സംഗതികളൊക്കെ പാർഷ്യലി ഡീകമ്പോസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടിയൊക്കെ രോഗകാരികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അകത്താണ് ഡീകമ്പോസർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിങ്ങളിവിടെ കാണേണ്ടവരെ ഇവരെന്ത് ചെയ്യുക, ഒരു ഡ്രിപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി കൊടുക്കും. അതിനുശേഷം മൾച്ചിങ് ഷീറ്റ് എടുക്കും. മൾച്ചിങ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണഗതിയിൽ ഇടുന്ന മാതിരിയുള്ള 40 മൈക്രോൺ അല്ല 60 മൈക്രോണൊക്കെ ഉള്ള രീതിയിലുള്ള മൾച്ചിങ് ഷീറ്റ് ഇടും. ഈ മൾച്ചിങ് ഷീറ്റ് ഇട്ടതിൻ്റെ ശേഷം നമ്മളുടെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ വെഞ്ചുറി കൂടി ഒരു വളവും വെള്ളമൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം തൈകൾ ഇതേപോലെ ചെറിയ തൈകളൊക്കെ ഇതിൻ്റെ അകത്ത് നിറച്ചിടുക. ഈ ഒരു രീതിയിലാണ് ചെയ്യുക. ഇപ്പോൾ തൈകൾ വെക്കുന്നതിൻ്റെ അകത്തും നമ്മൾ ഇവരയിൽ കണ്ടുപഠിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഇവരെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്യൂഡോമോണസിൻ്റെ സാധാ സ്യൂഡോമോണസ് അല്ല, 5% ഉള്ള സ്യൂഡോമോണസ് ഉപയോഗിക്കുക. അത് തന്നെ സ്പോറോഡക്സ് പോലത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ വിരിഡക്സും കാര്യങ്ങളും ഉപയോഗിക്കും. കാരണം വെച്ചാൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ചെടി ചെറിയതായി കിടക്കുന്ന സമയത്ത് നമുക്ക് നല്ല ചൂടുള്ള സമയത്താണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് എന്താവും ചെയ്യാൽ ഇവർക്ക് ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിങ് വരും. ഈ ചെടിക്കൊക്കെ എന്താ വെച്ചാൽ വാട്ടം വന്ന് ചെറിയ സ്പ്ലിറ്റിംഗ് ആയി വരും. അപ്പോൾ സ്പ്ലിറ്റിംഗ് ആയി വരുന്നതിൻ്റെ അകത്ത് കൂടി നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ വെള്ളത്തിൻ്റെ അകത്ത് കൂടിയോ ഒക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻസ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചാൻസിനെ നമുക്ക് എന്താ വെച്ചാൽ കെമിക്കൽ വന്നിട്ട് കെമിക്കൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിക്ക് കൂടുതൽ സ്ട്രെസ്സ് വരികയാണ് ചെയ്യുക. അപ്പം ഈ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നേ എന്ത് ചോദിച്ചാൽ സ്പോറോഡക്സ് വിരിഡക്സ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഏരിയ നല്ല രീതിയിൽ എന്താ പറയുക ഒന്ന് മാനേജബിൾ ആക്കി എടുക്കും. നമുക്കിതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഫ്യൂസേറിയം, അതേപോലെ തന്നെ കൊളട്രോട്രൈക്കം പോലത്തെ ഈ സീഡ്ലിങ്സിൽ വരുന്ന അസുഖങ്ങൾ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് യലവഞ്ചേരി ഭാഗത്തുള്ള പച്ചക്കറി കൃഷി. ഇവിടെ അധികം നമുക്ക് ഈ ടൈമിൽ കൊടുക്കുന്ന വെച്ചാൽ നേരത്തെ വെട്ടതെന്ന് പറയുന്നത് ഈ പിന്നെ പടർത്തുന്ന രീതിയിലുള്ള പച്ചക്കറികളായിട്ടുള്ള എന്താ പറയുക പാവലും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പടവലയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കൃഷി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം അത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഇവർക്ക് ഒരു ചെറിയൊരു സ്റ്റോറിങ് ആയിട്ടുള്ള ചെറിയൊരു ഹട്ട് ഉണ്ടാവും. ഇതിനകത്താണ് കൃഷികളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത ഫീൽഡിൽ നിന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.